പാർട്ടീഷനെ കുറച്ചുകൂടി ഭംഗി തോന്നിക്കുന്നു. എങ്ങനെയോ സമയം ഒപ്പിക്കാൻ. പിന്നെ എന്താ, ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേക്ക് ഓവർ ഗൈസ്. മേക്ക് ഓവർ ഒന്നും പറയാൻ പറ്റില്ല, ഇവന്റെ കുറെ കാലത്തെ ഒരു ആഗ്രഹം നമ്മൾ നിറവേറ്റാൻ പോവാ. എന്താന്നല്ലേ, എന്താണായിരിക്കും പറഞ്ഞത്? എന്തായിരിക്കും കൊറേ ആൾക്കാർ നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് എന്തില്ല കുറെ ആൾക്കാർ നമ്മളെ പറഞ്ഞു ഇപ്പത്തെ അത് ചെയ്യുമ്പോ നിങ്ങൾ വീട് എടുക്കണം, എന്തായാലും അത് ചെയ്യുന്നില്ലേ അങ്ങനെയൊക്കെ നമ്മളോട് പലരും ചോദിച്ചിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതായത് തന്നെ ഈ കാണുന്നത് നമ്മൾ ജസ്റ്റ് മാറ്റാൻ പോവാണ്. ഇതിന്റെ ഒരു എന്താ പറയാ, എന്താണ് പറയുന്നത്, ഹെയർ കട്ടിങ്ങിന്റെ വീഡിയോ നമ്മളോട് പലരും ചോദിച്ചല്ലോ. അപ്പൊ ആ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ വ്ളോഗ് ആക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇപ്പൊ ഹെയർ കട്ട് ചെയ്യാൻ പോവാട്ടോ. അപ്പൊ എന്താ പറയാ, ഹെയർ കട്ടല്ല, യെസ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താ അറിയാ, സക്സസ് ആവോ ഇല്ലെന്ന് അറിയില്ല. മേ ബി ചിലപ്പോൾ ഇതേക്കും ബെറ്റർ, ചിലപ്പോൾ ആഫ്റ്ററേക്കും ബെറ്റർ. അപ്പൊ എന്തായാലും ബിഫോർ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ അല്ലേ. അപ്പൊ നമ്മളിതാ എന്താ പറയാ ലൊക്കേഷനിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഒരു ഹെയർ കട്ടിങ് ഒക്കെ ചെയ്യുന്നത്. ഹെയർ കട്ട് മാത്രല്ല, ഞാൻ അങ്ങനെ എന്താ പറയാ, മുടീന്റെ മുകളിൽ ഒരു പണിയും ചെയ്തിട്ടില്ല, ഫേസിലും ചെയ്തിട്ടില്ല. ഫേസിൽ ഞാൻ എനിക്ക് തോന്നുന്നു നിക്കാന്റെ ടൈമില് ഒരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു, വെഡിങ്ങിന്റെ ടൈമില് ഒരു ക്ലീനപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിക്കാൻ കാരണം തന്നെ നമ്മൾ ഇതിനെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് പലരും കമന്റ് ഇട്ടിരുന്നു, നിങ്ങള് ഹെയറിനെ എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ ഒന്നും ഇടുവോ അല്ലേ, ഇപ്പത്തെ ഹെയർ കട്ടിങ് വീഡിയോസ് ഇല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും ആ കമന്റ് എല്ലാം കേട്ടപ്പോ എനിക്ക് നല്ല ചിരിയാട്ടോ വരുന്നത്. എന്താ അറിയോ, ആകെ 4 മുടിയില്ല, ഞാൻ ഹെയർ എങ്ങനെ കട്ട് ചെയ്യാനും സംഭവം എനിക്ക് ആഗ്രഹം ഉണ്ടാവിക്കോ എന്ത് ഹെയർ എല്ലാം നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിലൊക്കെ കട്ട് ചെയ്യണമെന്നല്ലോ. പക്ഷെ എന്റെ മുടി കൊണ്ടിട്ട് എങ്ങനെ നടക്കാൻ അതല്ലോ അങ്ങനെ നമ്മൾ പറയുന്നത് നമുക്ക് കാര്യമായിട്ട് പറഞ്ഞതാ. ആണോ, അത് എന്താ അറിയാ എല്ലാവരും പറയാൻ കാരണം എന്താ അറിയാം, ഇനിയിപ്പോ നമ്മളിപ്പോ ബിഫോർ ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് ആഫ്റ്റർ ആയിട്ട് ആ ലുക്ക് വന്നില്ലെങ്കിലോ. അല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിപ്പോ എനിക്ക് ഓൾറെഡി അറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്, ഒരു ഐഡിയ ഉണ്ട്. ആണോ? പിന്നെ അപ്പൊ ഇതാ അവിടെ ഒരാള് നമ്മളെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുകയാണ്. അവിടെ ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എന്താവും എന്നുള്ളത്. ബിഫോർ ഹെയർ ഞാൻ കാണിച്ചെടുക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഇതാണ് ബിഫോർ അവസ്ഥ കേട്ടോ. ഇനി ഇതൊന്ന് ആഫ്റ്ററിലേക്ക് മാറുന്നതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പിന്നെ എന്താ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഇപ്പൊ എക്സൈറ്റ്മെന്റ് പാവം, ഇനി ഈ മുടി ഉണ്ടാവില്ലല്ലോ, 6 മാസത്തോടെ തിരിച്ചു വരുന്നത്. അപ്പോൾ അവിടെ ഒരാൾ 1 മണിക്കൂർ വെയിറ്റിംഗ് അല്ലേ. ആ 1 മണിക്കൂർ വെയിറ്റിംഗ് ഒപ്പിക്കാനാണ് ഫേവറേറ്റ്. എവിടെ ഗെയിം കളിക്കാം. ഓൾമോസ്റ്റ് എല്ലാ പൊസിഷനും കഴിഞ്ഞില്ലേ ഇപ്പം. ആർക്കറിയാം, ഇനി 1 മണിക്കൂറോളം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ, എന്താ പറയാ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതല്ല, ഇതൊന്നും ഉണങ്ങാനും 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി ഉള്ളൂ. അവരെ പോസ്റ്റ് കണ്ട ആൾക്കാർ എങ്ങനെയോ സമയം ഒപ്പിക്കാണ്. എടുക്കാൻ പ്ലാനില്ല, ചോദിച്ചതാ. ഞാന് ഐബ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതാ. എനിക്ക് തീരെ ഇതില്ല, കളറില്ല ഐബ്രോക്ക്. കളറിംഗ് കൂടെ ഉണ്ടാവും. കളറിംഗ് ചെയ്യുന്നില്ലേ?
ആ വൈകുന്നേരം പ്രതീക്ഷിച്ചു. ഉണ്ടാവല്ലേ? ചിരിക്കുന്ന കുഴപ്പം തിന്നിട്ട് കാണിച്ചെടുക്ക്. എങ്ങനെയുണ്ട്? കഴിഞ്ഞിട്ടില്ലേ പരിപാടി? കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് പറഞ്ഞ. ഇനിയുണ്ടെന്ന് ഏത് എന്റെ മുടി തന്നെയാണോ ആശിക്കത്? എന്റെ മുടി തന്നെയാണോ? വേറെ കൂടെ തിരിച്ചിട്. അങ്ങനെ ഗൈസ് ഇങ്ങനെ എന്താ പറയാ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ട് മേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പൊ മുടി ഇങ്ങനെ ആക്കി എന്നെ ആവേശത്തിലിരിക്കുക ഒരാള്. എക്സൈറ്റ്മെന്റ് എന്താ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിചാരിച്ച മാതിരി കിട്ടിക്കോ? നൈസാ ഇതിന്റെ ഫിനിഷിങ്. ഇത്രയും മുടിയുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മുടി കുറവാണ്, ഇവര് എന്താ പറയാ ചെയ്യാൻ പറ്റുമെന്നുള്ള ഭയങ്കര ഒരു ഡിസപ്പോയിന്റ്മെന്റിലൊക്കെ വന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവര് പറഞ്ഞു നല്ല മുടി ഉണ്ടല്ലോ പറഞ്ഞപ്പോൾ ആള് ഭയങ്കര എന്താ പറയാ ഷോക്കെ. എനിക്ക് ഇത്ര മുടി ഉണ്ടോ? സൈഡിൽ ഇട്ട് കാണിച്ചിട്ട് ആണ്ടെ മുടി കാണട്ടെ. സൈഡിൽ എങ്ങനെ എടുക്ക്? സംഭവം ഉണ്ടല്ലേ? അറിഞ്ഞില്ല ഇപ്പോഴാണ് സത്യം തീർച്ചയായും. സെൻട്രൽ പാർട്ടീഷൻ തന്നെ അല്ലാതെ നമുക്ക് സൈഡിലോട്ട് സൈഡ് പാർട്ടീഷനെ കുറച്ചുകൂടി ഭംഗി തോന്നിക്കുന്നു. വേണ്ടോ? സെൻറ്റർ വരുമ്പോൾ ഭയങ്കരമായിട്ടൊന്ന് ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട് അത് ഫേസ് എന്തൊക്കെ. അപ്പം നമ്മൾ സൈഡ് ഇട്ടിട്ട് അതിൽ ചെയ്ത് ഭംഗിയുണ്ടായിരിക്കും. ആഫ്റ്റർ കെയർ നമ്മൾ ഡി ഫാബ്ലിസ് എന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ POD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ട്. രണ്ടും നല്ല ടോപ്പ് ബ്രാൻഡ്സിൻ്റെ വരുന്നത്. അതിൻ്റെ ഷാമ്പു കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാം. പിന്നെ അക്കായ ഓയിൽ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിറമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ തന്നെ, അത് സിറായിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ എപ്പോൾ വാഷ് ചെയ്യുമ്പോഴും ഈ പ്രൊഡക്റ്റ് ഇട്ടിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. പ്ലെയിൻ വാഷ് ഒന്നും ചെയ്യരുത് ഹെയറിൽ. 3 ദിവസത്തേക്ക് ഇപ്പോൾ ഒരു 3 ഡേയ്സിലേക്ക് ഹെയർ കെട്ടി വെക്കേണ്ട, ഓപ്പണായി തന്നെ ഇട്ടാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് റൂട്ടീൻ വാഷ് തന്നു കേട്ടോ. ഇത്രയാണ് നമുക്ക് ആഫ്റ്റർ കെയർ മെയിനായിട്ട് വരുന്നത്. ഹായ് ഗൈസ്, ഇപ്പൊ അങ്ങനെ എന്താ പറയാ മേക്ക് ഓവർ ഒക്കെ നടത്തി മാരൊക്കെ മുടിയൊക്കെ ആയിട്ട് ഒരാൾ വരുന്നു കേട്ടോ. ഇഷ്ടായോ? സംഭവം നൈസ് ആയിക്കട്ടോ. അന്റെ ഫേസ് അങ്ങ് മാറിപ്പോയി. ഷോട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫേസ് അങ്ങ് മാറിപ്പോയി, നല്ല ചേഞ്ച് ഉണ്ട്. ആ ഇത് കണ്ടിട്ട് ഞാൻ വിചാരിക്കും വേറെ ആരാണോന്നുള്ളത്. ഇതാണത് നൈസായിക്ക്. അങ്ങനെ ഇതാണ്. അപ്പൊ നമ്മൾ പലരും ചോദിച്ച ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇവന്റെ മേക്ക് ഓവർ. അപ്പൊ മുടിയൊക്കെ വെട്ടി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാണ്. അപ്പൊ എന്താ പറയാ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഇബത്താന്റെ ഹെയർ കട്ടിങ് ചെയ്യുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ എന്താ പറയാ ആ ഒരു വീഡിയോ നമ്മൾ ഹെയർ കട്ടിങ് ചെയ്യുന്നതും കൊണ്ട് കാണിച്ചെടുത്തല്ലേ? മുടിന്റെ മാറ്റം കാണിച്ചെടുക്കുന്നു. ഭയങ്കര എന്താ പറയാ, അതിന്റെ മുടി തന്നെയാണോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതായത് അവൾക്ക് ആദ്യമൊക്കെ എന്താ പറയാ കുറച്ചൊരു ടൈറ്റ് മുടിയല്ലേ? ടൈറ്റ് ഭയങ്കര എന്റെ ഫുൾ ഡാമേജ് ആയിട്ടും, അതേപോലെ തന്നെ സ്പ്ലിറ്റിങ് വന്ന് അടിയിലേക്കായിട്ട് ഫുള്ള് ഭയങ്കര പ്രശ്നമായിരുന്നു ഹെയർ. ഞാൻ തന്നെ വെട്ടില്ല. എനിക്ക് എന്റെ ഹെയർ ഇഷ്ടമില്ലാത്തതിനോണ്ടില്ലേ ഞാൻ തന്നെ കട്ട് ചെയ്ത് കളയുന്നു. മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഒരു പണിയല്ലേ? ആ ഭയങ്കര. അതായത് ഇപ്പൊ ഒന്ന് ഹെയർ ഇങ്ങനെ കോംബ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും അത് പിന്നെയും ചിക്കായി. ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്റെ ഹെയർ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്റെ തന്നെ ആണോ? ഇവിടെ ഒരാളില്ലേ ഇവിടെ മുടി ഇട്ടാ വരുമ്പോ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ് ഓൾക്കൊരു കൺഫ്യൂഷൻ, എനിക്ക് മുടി കുറവല്ലേ, പോയി നമുക്ക് മുടി ഉണ്ടല്ലോ. അപ്പോഴാണ് ആ ഒരു സത്യം ഓള് മനസ്സിലാക്കിയത്, മുടി ഉണ്ട്.
അവൾ അറിയാണ്ട് പോയതാണെന്നല്ലേ? ഞാൻ ശരിക്കും വിചാരിച്ച എന്താ അറിയോ, ഇവര് എന്നോട് പറയും ഇത് പറ്റൂല കേട്ടോ മോളെ, എനിക്ക് ഹെയർ കുറവാണ്, അതുകൊണ്ട് ഇത് നടക്കൂല കേട്ടോ, എന്നാ ബായി എന്ന് പറഞ്ഞ് തിരിച്ചു പോരാന്നുള്ള രീതിയിലേക്ക് അല്ലേ ആഷിക? ഞാൻ ഇപ്പൊ ഇവിടുന്ന് കേറുന്ന സമയത്ത് ഞാൻ അത് പറഞ്ഞ കേറി. പക്ഷെ എന്താ പറയാ, ആളെന്നെ ഷോക്കായി പോയി അല്ലേ? അപ്പൊ എന്താ പറയാ, അത്രേ ഉള്ളൂ. നമ്മള് ഇനി വേറൊരു വ്ളോഗുമായിട്ട് കാണാം അല്ലേ? ഇപ്പൊ എന്താ ചെയ്തെന്നറിയോ, ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആട്ടോ ചെയ്ത, ബോട്ടോക്സ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മളെ ഇനി ചെയ്തിട്ട് കാര്യമില്ല, അതിന്റെ അനുസരിച്ചുള്ള ഒരു കെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. കെയർ നമ്മള് ചെയ്യണം, അത് ഒരു നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നിക്ക്, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ എന്താ പറയാ, അടുത്ത വ്ളോഗിൽ അടുത്ത വിശേഷങ്ങളുമായി കാണാം. അതുവരെ ബൈ.